ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കുറച്ചധികം ദിവസമായിട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല മഴയൊക്കെ അല്ലേ, അപ്പം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓർഡേഴ്സ് കുറേ വന്നു, എല്ലാം ക്യാൻസലാക്കിയതാണ്. നമുക്ക് അയച്ചു കൊടുക്കാൻ അത്ര പറ്റിയില്ല. കാരണം മഴയത്ത് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും പ്ലാന്റൊക്കെ സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്താൽ എത്ര റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മുന്നേ വന്നൊരു ഓർഡർ ഞാൻ ക്യാൻസലാക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, മഴ മാറിയിട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ മാറ്റി വെച്ചൊരു ഓർഡറാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഓർഡർ ഞാൻ ഇപ്പോഴാണ് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. മുന്നേ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പാക്കിംഗ് വീഡിയോ ഒന്ന് കാണിക്കുമെന്ന്. നമ്മൾ ഒന്നിച്ച് ഓർഡർ വരുന്ന സമയത്ത് അതെടുക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് എനിക്ക് ഓർഡർ വന്നത്. കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട് പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ പാക്കിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പുറത്ത് ചെറിയ മഴയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു സൗണ്ട്. പിന്നെ എത്രയൊക്കെ ഓർഡർ നമ്മൾ എത്രയൊക്കെ കസ്റ്റമേഴ്സിന് അയച്ചെന്ന് പറഞ്ഞാലും ഓരോ പാക്കിങ്ങിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ട് അവരതിൻ്റെ റിവ്യൂ തരുന്നവരെ ടെൻഷനാണ്. അവരൊന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും പ്ലാൻസ് വാങ്ങുന്ന എല്ലാവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും എന്നല്ലാതെ നമുക്ക് കമൻസ് ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ കമൻസ് ആയിട്ടും കൂടെ ആ പ്ലാൻസിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പായിരുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇതാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് പാക്ക് ചെയ്യുന്നത്. അതായത് പോട്ടിൽ നിന്ന് പ്ലാന്റ് എടുത്തിട്ട് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കൊക്കോപ്പീറ്റും കുറച്ച് മണ്ണും, വളരെ കുറച്ചിട്ടോ, ഒരുപാടായ വെയിറ്റൊക്കെ പ്രശ്നമാവും. അപ്പോൾ ഒരു അത്യാവശ്യം മാത്രം വെച്ചിട്ട് അതൊരു പേപ്പർ കൊണ്ട് കവർ ചെയ്യും ആദ്യം. അതിൻ്റെ ശേഷം അത് ഒരു കുറച്ച് നേരം വെള്ളത്തിൽ വെക്കും. പിന്നെ പുറത്തെടുത്തിട്ട് അതൊന്ന് കവർ കൊണ്ട്, അതായത് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ ബബിൾ പ്ലാന്റൊക്കെ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താണ് കേട്ടോ. കാരണം കുറച്ച് അധികം നമ്പേഴ്സ് അവർ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പ്ലാന്റ്സ്, ഫ്രീ പ്ലാന്റ്സ് വേറെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ബബിൾ പ്ലാന്റ് ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ കുറച്ചധികം കലേഡിയം വെറൈറ്റീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ എടുത്ത ആ ഒരു സ്റ്റേജാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്ലാൻസ് വേണം എന്നുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാൻസലാണ്, എപ്പോഴാണെങ്കിലും അത് ക്യാൻസലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പാണ്. നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ മെസ്സേജൊക്കെ ചെയ്യും. എല്ലാ മെസ്സേജും റീഡ് ചെയ്യും, പക്ഷേ നമുക്കൊരു റിപ്ലൈയും തരില്ല. അത് ക്യാൻസലാണെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പാവും കേട്ടോ. കുറച്ചധികം വെറൈറ്റി പ്ലാൻസ് നമുക്ക് ഈ ഒരു ഓർഡറിലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കലാത്തിയ, അഗ്ലോണിമ, ഇതൊക്കെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ഫ്രഷായ പ്ലാന്റ്സ് മാത്രമേ ഞാൻ കസ്റ്റമേഴ്സിന് അയക്കാറുള്ളൂ. എല്ലാവരെയും ഹാപ്പി ആക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങളെ റിവ്യൂ കാണുമ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾ മാക്സിമം ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പാവും കേട്ടോ. പിന്നെ കുറച്ച് എപ്പീഷ്യ വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ചില പ്ലാന്റ്സൊക്കെ പാക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ എപ്പീഷ്യ വെറൈറ്റീൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളരെ സെൻസിറ്റീവായ പ്ലാന്റാണ്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു. അപ്പോൾ ഞാൻ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അതിനൊന്ന് പേപ്പറിൽ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യും. അങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലീഫൊക്കെ സേഫായിട്ട് അവിടെ ഇരിക്കും. അതിൻ്റെ ശേഷം നമ്മുടെ പാക്കിങ്ങിനുള്ള കാർഡ്ബോർഡിൻ്റെ കട്ടി കുറഞ്ഞ പീസുകൾ എടുത്തിട്ട്, അതായത് പെട്ടെന്ന് റോൾ ചെയ്യാൻ പറ്റിയ പീസ് എടുത്തിട്ട് ആ പേപ്പറിൻ്റെ മേലെ കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ചൊരു വെയിറ്റൊക്കെ, വേറെ പ്ലാന്റിൻ്റെ വെയിറ്റൊക്കെ അതുമേൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ലീഫിനൊന്നും ഒരു ഡാമേജും വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ അയച്ചിട്ടുണ്ട്, എല്ലാം സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പാക്കിങ് വളരെ സേഫായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഈ രീതിയിൽ തന്നെ പാക്ക് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ കയ്യിലൊക്കെ പിടിച്ച് കാണിച്ചുകൊണ്ട് അത്രയും നീറ്റായിട്ട് വന്നിട്ടില്ല. നിങ്ങളെ പാക്കിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് റിസ്ക്കായിട്ട് വീഡിയോ എടുത്താണ്. നല്ലോണമൊന്നും കിട്ടിയിട്ടില്ല എന്നറിയാം. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഈ ഒരു രീതിയിൽ കാർഡ്ബോർഡ് വെച്ച് റോൾ ചെയ്യുകയാണെങ്കിൽ വളരെ സേഫായിട്ട് പ്ലാന്റ്സ് എത്തും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൊറിയർ ചാർജ് നല്ല വ്യത്യാസം വരും. അതായത് പ്ലാന്റ്സിൻ്റെ വെയിറ്റും, അതായത് നമ്മുടെ ബോക്സിൻ്റെ വെയിറ്റും സൈസും രണ്ടും നോക്കിയിട്ടൊക്കെയാണ് അവർ ചാർജ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും സേഫായിട്ട് ഓരോ പ്ലാന്റ്സും, ഇതിപ്പോൾ കുറേ നമ്പേഴ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഡബിൾ സൈസുള്ള ഒരു പെട്ടിയിൽ ഒക്കെ പാക്ക് ചെയ്താലേ അങ്ങനെ റോൾ ചെയ്തൊക്കെ വിടുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കൊറിയർ ചാർജിൽ നല്ല ഡിഫറൻസ് വരും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാ പ്ലാന്റ്സും അങ്ങനെ ചെയ്യാതെ, അങ്ങനെ കുറച്ച് ഡാമേജ് പെട്ടെന്ന് വരും എന്നുള്ള പ്ലാന്റ്സിനെ മാത്രം അങ്ങനെ ചെയ്യുന്നത്.
അല്ലാതെ കുറേ ചാർജ് വിഷയമല്ലാത്തവർക്ക് വളരെ സേഫായിട്ട് പ്ലാൻസുകൾ ആ രീതിയിൽ റോൾ ചെയ്ത് അയക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതെടുക്കാൻ ഭയങ്കര മടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ ഒരുപാട് ദിവസം ഡിലേ ആയിട്ടുണ്ട്. പല ഓർഡേഴ്സും അവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലാൻസ് വെറുതെ ചീത്തയായി പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് കേരളത്തിനകത്തുള്ള ഓർഡേഴ്സിൽ നമുക്ക് വരുന്ന റിവ്യൂ പിക്കൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമാണ്. അത്രയും ഫ്രഷായിട്ട് നമ്മുടെ പ്ലാൻസ് ഇങ്ങനെ നമ്മളിവിടുന്ന് കൊടുത്ത് അതേപോലെ കിട്ടിയൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷം തോന്നും. പക്ഷേ ഇവിടെ ഇത്രയും ദിവസമൊക്കെ ഡിലേ വരുമ്പം എന്താണെന്നറിയില്ല, പ്ലാൻസ് അത്രയും ആയി പോവില്ലേ, നോർമൽ പ്ലാൻസ് അല്ലേ. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡേഴ്സ് എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം പിന്നെ ഞാൻ കുറേ പേരോട് പറയും, കാര്യം അതേ പറയും, എന്നിട്ട് അവർ കുഴപ്പമില്ല അയച്ചോളൂ എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട്. എന്നിട്ടും ചെറിയ ഡാമേജ് ഒക്കെ വന്നതാണെങ്കിലും അവർ പിന്നെയും എനിക്ക് ഓർഡർ തരും. അവരോട് ഞാൻ പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് സാധാരണമാണ്, പ്ലാൻസൊക്കെ കുറച്ച് ചീത്തയാവില്ലേ, പിന്നെ എന്തിനാണ് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവരത് കുഴപ്പമില്ല, അതൊക്കെ പിടിച്ച് കിട്ടുമെന്നുള്ള രീതിയിൽ പിന്നെ എനിക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമമാണ്, നമ്മുടെ പ്ലാൻസ് അത്രയും ഫ്രഷ് ആയിട്ടല്ലാതെ അവരെ കൈ കിട്ടുന്നതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് പേരോട് താങ്ക്സ് പറയാൻ കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിച്ചവരാണ്. പ്ലാൻസ് വാങ്ങിച്ച എല്ലാവരോടും ഒരു താങ്ക്സ് ഉണ്ട്. അതിന് പുറമെ നമ്മളെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിച്ചവർ മുഖേന എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട്. കാരണം ഞാൻ സെയിൽ വീഡിയോ ഒന്നും അധികം ചെയ്യാറില്ല, എന്നാൽ പോലും ഞാൻ ഓർഡേഴ്സിൽ ബിസിയാണ്. അതിന് കാരണം എൻ്റെ അടുത്ത് നിന്ന് പ്ലാൻസ് വാങ്ങിച്ചവരാണ്. അവരെന്നെ എൻ്റെ പ്ലാൻസിൽ അത്രയും ഹാപ്പി ആയിട്ടായിരിക്കുമല്ലോ അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ട് അവർ ഓർഡർ തരാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് സെയിൽ പോകാറുണ്ട് കേട്ടോ. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് നല്ല താങ്ക്സ് ഉണ്ട്. ഇനിയും അങ്ങനത്തെ ഓർഡേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അയക്കുന്ന ഓർഡേഴ്സിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി കേട്ടോ. അതിനുള്ള സൊല്യൂഷൻ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾ തന്നൊരു പ്രൈസിന് വേർത്തായ പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പറയാം. അതെന്തായാലും അത് പരിഹരിച്ച് തരുന്നതാണ് കേട്ടോ. പിന്നെ DTDC കൊറിയർ വഴിയാണ് നമ്മൾ മെയിനായിട്ടും പ്ലാൻസുകൾ അയക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് ഓഫീസ് വഴി ആ 2 രീതിയിൽ നമ്മൾ അയച്ചു തരും. അത്രയും നിർബന്ധമുള്ളവർക്ക് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാൻസൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമാവും കേട്ടോ. പിന്നെ അഡ്രസ്സൊക്കെ അയക്കുന്ന സമയത്ത് പിൻകോഡൊക്കെ കറക്റ്റായിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് പറ്റുന്നവരൊക്കെ 2 നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു കാരണത്താൽ നമ്മളെ പ്ലാൻസ് പല കേസിലും അവിടെ സ്റ്റക്കായി കിടക്കാറുണ്ട്. അതായത് നമ്മൾ പ്ലാൻസ് അവിടെ എത്തിയെന്ന് കാണിക്കുകയും ചെയ്യും, കസ്റ്റമറെ വിളിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ വിളിച്ചു നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ടുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യായിട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 നമ്പർ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും പല ബിസിയിലായിരിക്കുമല്ലോ, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കോൾസ് ഒന്നും എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിന് 2 നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. വെറുതെ പ്ലാൻസ് അവിടെ കിടന്ന് ചീത്തയായി പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അഡീനിയം പ്ലാൻസിൻ്റെ സെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയാണ്. ആർക്കെങ്കിലും അഡീനിയം പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മുന്നേ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല മഴയായത് കാരണം ഓർഡേഴ്സൊന്നും അയക്കാറില്ല. കുറച്ച് വെയിൽ വന്നതിന് ശേഷം അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പേരെ ഓർഡേഴ്സ് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചതാണ്. എല്ലാവർക്കും മഴ കഴിഞ്ഞിട്ട് ഇനി അയക്കുള്ളൂ. അപ്പോൾ പുതിയതായി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ തരിക കേട്ടോ. നല്ല ഹെൽത്തി ആയ പ്ലാൻസ് മാത്രമേ നമ്മൾ അയച്ചു കൊടുക്കുള്ളൂ. പ്ലാൻസ് നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കോ അല്ലെങ്കിൽ നമ്പറോ ഇട്ട് തന്നാൽ നമ്മൾ അതിൻ്റെ പ്ലാൻസ് നിങ്ങൾക്ക് പിക്ക് ഇട്ട് തരും. അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം പ്ലാൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ബോക്സിൽ ഫുള്ളായി തന്നെ നമുക്ക് പ്ലാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യം തന്നെ ഒരു ബോക്സായിട്ട് തന്നെ അങ്ങ് എടുത്തതാണ്. അല്ലാതെ കുറച്ച് പൊതിയാൻ റിസ്ക് ആവും. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയത് കാരണം കുറച്ചുകൂടി ഒന്ന് സേഫായിട്ട് എത്താൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്മളടുത്ത് അവൈലബിളായ പ്ലാൻസുകൾ, അതായത് പക്ക ഹോം പ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലാൻസുകളല്ല സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ചു കിട്ടാൻ വളരെ സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക്